നമുക്ക് ഈ ഭൂമിയിലോട്ട് വന്നപ്പോൾ തന്ന ഒരു ഡിവൈൻ ശരീരം ഉണ്ടായിരുന്നു. When we came to this earth, there was a divine body that was given to us. എന്ന് പറഞ്ഞാൽ ഏദൻ തോട്ടത്തിൽ ആദമിനെ സൃഷ്ടിക്കുമ്പോൾ ആക്കിയിരുന്ന ഒരു ഡിവൈൻ ബോഡി ഉണ്ടായിരുന്നു. It means when Adam was placed in the Garden of Eden, he was given a divine body. ആ ഡിവൈൻ ബോഡിയെയാണ് ആദം വൈകൃതമാക്കിയത്. And Adam distorted that divine body. അതുകൊണ്ട് എന്തു പറ്റി? ഒരു ഫിസിക്കൽ ബോഡിയിൽ നമുക്ക് ഭൂമിയിൽ വെളിപ്പെടേണ്ടി വന്നു. So we had to manifest with a physical body on this earth. ഇപ്പോൾ ഡിവൈൻ ബോഡി മറയപ്പെട്ട ഒരു ഹ്യൂമൻ ഫിസിക്കൽ ബോഡിയിലാണ് നമ്മളായിരിക്കുന്നത്. Right now we are in a physical body that has hid the divine body inside of it. അപ്പോൾ നമ്മുടെ അകത്തൊരു ഗൂഢമനുഷ്യനുണ്ട്. So there is a person who is kept hidden inside of us. അപ്പോൾ അവനാണ് നമ്മുടെ അകത്തുള്ള ആ വ്യക്തിത്വമാണ് ദൈവത്തോട് സദൃശ്യമുള്ള വ്യക്തിത്വം. And the inner man in us is the person who is having likeness with the image of God. നമ്മുടെ ഉള്ളിലുള്ള ആ ഗൂഢമനുഷ്യൻ, നമ്മുടെ ഉള്ളിലുള്ള എന്ന് പറഞ്ഞാൽ മരണത്തിന് കീഴടക്കാൻ പറ്റാത്തൊരു മനുഷ്യൻ, അതാണ് ക്രിസ്തുവിൻ്റെ സ്വരൂപവുമായിട്ട് സാദൃശ്യമുള്ളത്. The inner man in us who is kept hidden and on whom death can never overcome, that person is in connection with the image of God, with the image of Christ. Pay attention. സ്വർഗത്തിലിരുന്ന ദൈവം, the God who was in heaven, ആ ദൈവത്തിന് മരണമില്ല. that God doesn't has death. ആ ദൈവം ഹ്യൂമൻ ബോഡിയിൽ വന്നതാ യേശു. That God came down in the human body, that is Jesus. ആ യേശു മരിക്കാൻ തയ്യാറാ. That Jesus is ready to die. പക്ഷെ അതിനകത്ത് ദൈവത്വം മരിക്കാൻ തയ്യാറല്ല. But the divinity in him is not ready to die. ഇതുപോലെ തന്നെ in the same way, നമ്മളിലെ ഡിവൈൻ വ്യക്തിത്വം മരിക്കാൻ തയ്യാറല്ല. the divine personality in us is not ready to die. അത് മരിക്കത്തില്ല, പിതാവിൻ്റെ അടുക്ക പോകും. It will not, അയച്ചവൻ്റെ അടുക്ക തിരിച്ചു പോകും. he will not die, but he will go back to the Father who has sent him. പിന്നെ മരിക്കാൻ തയ്യാറുള്ളത് ഏതാ? ഈ ഹ്യൂമൻ ഫിസിക്കൽ ബോഡിയാ. And who is ready to die? This human physical body that ഇതാണ് അഴുകാൻ തയ്യാറാ. this is ready, ഡീകേ ആകാൻ തയ്യാറാ. this is ready to be decayed. പക്ഷെ ഇതിനകത്ത് ഡീകേ ആകാൻ തയ്യാറല്ല. But the person inside of us cannot be decayed. അപ്പോൾ ഡീകേ ആകാത്ത, നശിപ്പിക്കാൻ ആർക്കും കഴിയാത്ത, പിശാചിന് പിടികൊടുക്കാത്ത ഒരു ഡിവൈൻ പേഴ്സൺ അകത്തുണ്ട്. So there is a divine person in us that cannot be decayed, that cannot be destroyed, that cannot be harmed by Satan. കാൽവറിയിലൂടെ ആ വ്യക്തിത്വത്തിന്റെ ജനനമാണ് നടന്നത്. Through Calvary, the birth of this divine person is what has happened. നമ്മളിൽ ലൈവായി That divine person became alive in us. നിർജീവമായി കിടന്നവൻ ജീവൻ വെച്ചു. The one who was dead became alive in us. അന്നു മുതൽ അവൻ വളരാൻ തുടങ്ങി. From that day onwards, he started growing. ഇപ്പോൾ എന്താ ദൈവം ആവശ്യപ്പെടുന്നത്? Now what is the Lord asking of us? അവൻ ഏറ്റവും കൂടുതൽ കരുത്ത് പ്രാപിക്കേണ്ട സമയമായത്. This is the time where that person has to receive more power. അവൻ കരുത്ത് പ്രാപിക്കണമെങ്കിൽ, if he has to receive power, അവനെ ഒതുക്കാൻ നിൽക്കുന്ന ഈ ചേട്ടം മരിച്ചോണ്ടിരിക്കണം. This flesh that is trying to limit him has to be put to death every day. ജഡത്തിന്റെ ഇഷ്ടങ്ങൾ ഇല്ലാതാകുമ്പോൾ, when the desires of the flesh become no more, ജഡത്തിന്റെ സ്വാധീനങ്ങൾ ഇല്ലാതാകുമ്പോൾ, when the influences of the flesh become no more, ജഡത്തിന്റെ ആഗ്രഹങ്ങൾ ഓരോന്നോരോന്നായി നശിക്കപ്പെടുമ്പോൾ, when the passions of the flesh are put to death every day, അകത്തെ
ഡിവൈൻ പേഴ്സൺ അതിൻ്റെ മുഴു ബലത്തോടെ പുറത്തേക്ക് വ്യാപരിക്കാൻ തുടങ്ങും. The divine person in us will start manifesting in his full capacity. അവിടെയാണ് പത്രോസിൻ്റെ നിഴല് പോലും ജീസസ് ക്രൈസ്റ്റിൻ്റെ പവർ ഉള്ളതായി മാറിയത്. That is where even the shadow of Peter was equivalent to the power of Jesus Christ. നോർമൽ ഷാഡോയിൽ നിന്ന്, നിഴലിൽ നിന്ന് വ്യത്യസ്തമായി ഈ നിഴലിപ്പം. Because his shadow is different from the ordinary ഒരു shadows. ഹ്യൂമൻ നിഴലാണെങ്കിൽ ഹീലിംഗ് നടക്കത്തില്ല. If it was just a mere human shadow, then healing wouldn't have happened. അപ്പോൾ പത്രോസിന്റെ നിഴൽ ആദ്യമായിട്ടല്ല അത്. So for ഇതിനു that, മുമ്പ് നിഴലുണ്ട്. it is not for the first time that Peter is having a shadow. It was present already. ബട്ട് ഇപ്പോൾ ഈ നിഴലിന് എങ്ങനെ പവറായേ? But how did this shadow become powerful now? അതിന്റെ കാരണം, The reason is, ഈ നിഴലിൽ പഴയ പത്രോസ് ഇല്ല. ആ നിഴലിൽ കർത്താവാണ് ഇപ്പൊ പുറത്തു വന്നേക്കുന്നത്. in that shadow, the old Peter isn't there, but the Lord is completely filled in it. കാരണം ഒരു രോഗാത്മാവ് പേടിക്കണമെങ്കിൽ, If a spirit of disease has to fear, പൈശാചിക മണ്ഡലം പേടിക്കണമെങ്കിൽ, if a darkness realm has to be ഒരു afraid, മനുഷ്യനെ കണ്ടു പേടിക്കത്തില്ല. they cannot be afraid of a human. ആ മനുഷ്യനിൽ കർത്താവിനെ കാണുമ്പോഴാണ് പേടിക്കുന്നത്. When they see the Lord in that man, they get afraid. എന്നെയും നിന്നെയും കണ്ടാലല്ല പിശാചു പേടിക്കുന്നത്. Satan is not afraid when he sees you and me. എന്നിലും നിന്നിലും കർത്താവിരിക്കുന്നത് കാണുമ്പോഴാണ് അവൻ പേടിക്കുന്നത്. But when he sees that the Lord is dwelling in you and me, that's when he is afraid. ആമേൻ.